സ്വത്തിന്റെ നല്ലൊരു ഭാഗം വസുന്ധര നന്ദനയ്ക്ക് കൊടുത്താൽ നന്ദനയുടെ ജീവൻ എടുക്കുമെന്ന് കാർത്തിക പ്രതിഭയോട്. നന്ദനയ്ക്കെതിരെ കാർത്തികയെ ആയുധമാക്കാമെന്ന് പ്രതിഭ രഘുനാഥനോട്. വസുന്ധര ഫോണിൽ വിളിച്ച് ഉദയന്റെയും നന്ദനയുടെയും വിവരങ്ങൾ അന്വേഷിക്കുന്നു. വസുന്ധര എവിടെയാണെന്നുള്ള വിവരം കൊടുക്കാതെ ഫോൺ കട്ട് ചെയ്യുന്നു. മനീഷ് കുന്നത്തൂർ കോവിലകത്തെത്തുന്നു. മദ്യപിച്ച മനീഷിലൂടെ അവന്റെ ഉള്ളിലുള്ള എല്ലാ രഹസ്യങ്ങളും അറിയാനുള്ള കാർത്തികയുടെയും യതീന്ദ്രന്റെയും പദ്ധതി ഇനി തുടർന്ന് കാണുക. പ്രതാപേട്ടൻ എന്തിനാ നിങ്ങളുടെ വീട്ടിൽ വന്നത്? നന്ദനിക്ക് പകരം മറ്റൊരു പെണ്ണിനെ ഇറക്കി ഡ്രാമ കളിക്കാനാ. എങ്ങനെ? യഥാർത്ഥ നന്ദന ഇവളല്ല, വേറെ ആളാണെന്ന് വരുത്തി തീർക്കാൻ. എന്നിട്ട് ആ പാർട്ടിയെ മുന്നിൽ നിർത്തി ഇവളുടെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ. അതിനെ അമ്മ കൂട്ടു നിൽക്കണമെന്ന് പറയാൻ വേണ്ടി പ്രതാപൻ സാറ് വേറെ 2 കക്ഷികളെ കൊണ്ടുവന്നു. വേറെ 2 പേരോ? അതാരൊക്കെ? നന്ദനയുടെ ഏതോ ഒരു അമ്മാവനും അമ്മായിയും. അമ്മായി എന്ന് പറയുന്ന പുള്ളിക്കാരി ഉണ്ടല്ലോ, ആള് സുന്ദരിയാ. ഓ, എന്നാ പ്രതിഭയായിരിക്കും. അല്ല, രഘുനാഥനും പ്രതിഭയെ? ആ ശരിയാ. അല്ല, അങ്ങനെ എന്തോ പേരാണെന്ന് തോന്നുന്നു. പക്ഷേ ഞങ്ങളുടെ അമ്മയ്ക്ക് ബുദ്ധിയില്ല. അവർക്ക് കൈ കൊടുക്കേണ്ടതല്ലേ. നന്ദനെ ഒതുക്കുകയും ചെയ്യാം, നല്ലൊരു തുക കയ്യിലിരിക്കുകയും ചെയ്തേനെ. അമ്മയാന്ന് പറഞ്ഞിട്ടെന്താ, വിവരമില്ല. അല്ല, ചേട്ടൻ നിർബന്ധിക്കുകയാണെങ്കിൽ ഒരു ചെറുത് കൂടി ആവാം. തീരെ ചെറുത്. അല്ല, കുറച്ച് മതിയേട്ടാ. ആ വെള്ളം ഞാൻ അധികം ഉപയോഗിക്കാറില്ല. എവിടുന്നതാ കൈ കാണിച്ചാലും നിർത്തില്ല. ഒരു വണ്ടിയും കാണുന്നില്ലല്ലോ. മനീഷെന്താ ഇവിടെ? ഇതെന്താ പബ്ലിക് റോഡല്ലേ, നിൽക്കാൻ പാടില്ലേ? അല്ല, ഈ സമയത്ത് അങ്ങോട്ട് ചോദിച്ചതാ. അതെ, എനിക്കിപ്പോഴവിടെ നിൽക്കാൻ തോന്നിയത്. അല്ല, എനിക്കിവിടെ ഒരു ബന്ധുവിടുള്ള കാര്യം സാറിന് അറിയായിരിക്കുമല്ലോ, അവിടെ വരെ വന്നതാ. എന്താ, എന്തെങ്കിലും വിരോധമുണ്ടോ? സ്റ്റാൻഡിലേക്കാണ് കയറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഡേ, താങ്ക്സ്, വേണ്ട കേട്ടോ. അതെ, ഹെൽപ്പ് വേണ്ടെന്നേ, ഞാൻ പോയിക്കോളാം. ചേട്ടാ ഒന്ന് നിർത്തേട്ടാ. ചേട്ടാ ചേട്ടാ രാത്രി ഇത്ര ആയില്ലേ മനുഷ്യേ? ഈ അൺടൈമിൽ യാത്ര വേണോ? എൻ്റെ റൂമിൽ കിടക്കാം, രാവിലെ എഴുന്നേറ്റ് പോവാലോ. അതെ, സന്മനസ്സിന് നന്ദി. ആ സൗജന്യം സ്വീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ശരി, നിർബന്ധിക്കുന്നില്ല. ആ,
അതാ നിനക്ക് നല്ലത്. എന്തെങ്കിലും വിശേഷം ഉണ്ടായിട്ടാണോ വന്നത്? ആ അതെ അതെ അതെ, നന്ദനയുടെ വീടിന് മുമ്പിലേ ഇന്ന് രാവിലെ ഒരു വെള്ള കാക്ക മലർന്നു പറന്നു. അതറിഞ്ഞിട്ട് വന്നതാ. അതെ, അധികം വിശേഷമൊന്നും ഇയാൾ അന്വേഷിക്കണ്ട. നേരത്തെ കുറെ അന്വേഷിച്ചല്ലേ, ആ അതൊക്കെ മതി. പിന്നെ ഡീസൻ്റായിട്ട് ജീവിക്കുക ഇപ്പം എൻ്റെ സിസ്റ്റർ. അതെ, കുന്നത്തൂർ കോവിലകത്ത് ഉദയവർമ്മയുടെ ഭാര്യ ഇന്ന് നന്ദന. അത് ഇയാളും മറക്കണ്ട. മനീഷേ, നന്ദന ഉദയവർമ്മയുടെ ഭാര്യയായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നത് ഞാനും കൂടി മനസ്സ് വെച്ചിട്ടാ, ഞാനും കൂടി ആഗ്രഹിച്ചിട്ടാ. അധികം വാചകമൊന്നും അടിക്കണ്ട. പനിക്കലം മനീഷിനെ അറിയാലോ അയാൾക്ക്. അറിയാം, പക്ഷെ ചെമ്പരിക്കലെ ഹരിപ്രസാദിനെ മനീഷിന് ശരിക്കറിയില്ല. ദേ കയറുവാണെങ്കിൽ സ്റ്റാൻഡിൽ വിടാം. ഇയാളുടെ ഒരു വണ്ടി വേറെ വണ്ടിയില്ലാത്ത പോലെ. അതെ, അല്ലെങ്കിൽ നിക്ക്, ഞാനും വരാം. ആ പോട്ടെ. ആട്ടം കഴിഞ്ഞു, വിളക്കണഞ്ഞു, നടൻ ചിത്തഭ്രമത്തിൻ മുദ്രയും കാട്ടി നടനകലാശം ചവിട്ടിമാറുന്നു. നിലാവിൻ യവനിക ഞൊറിഞ്ഞു നീങ്ങി. ഇനി സങ്കീർത്തനം, നക്ഷത്ര സങ്കീർത്തനം. ഇതാണ് ഉദയൻ, ഞങ്ങളുടെ സ്വന്തം ഉദയൻ. കുറെ നാൾ എവിടെയോ മിസ്സായിരുന്നു അയാളുടെ തനിമ. ഇപ്പോ വീണ്ടും കണ്ടു. ഉദയനെ തിരിച്ചെന്നതിന് നന്ദി. സോറി, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ JP. ഇടയ്ക്കിടയ്ക്ക് ഉദയനെ വിളിക്കാറില്ല, സാക്ഷാൽ JP. അറിയാ എനിക്ക്. സാറ് വരൂന്ന് പറഞ്ഞിരുന്നു. സാറ് വിളി വേണ്ട, ഫോർമാലിറ്റി ആവും. നന്ദനിക്കും എന്നെ JP എന്ന് വിളിക്കാം. അസലായിരിക്കുന്നു ഉദയൻ. റിഹേഴ്സൽ ഇതാണെങ്കിൽ ശരിക്കുള്ള സ്റ്റേജിൽ എന്തായിരിക്കും പെർഫോമൻസ്? ഇത് ഞാൻ പരിചയപ്പെട്ടോ? JPയുടെ പ്രാണവായു നാടകമാ.
ഞാൻ നന്ദനയോട് താങ്ക്സ് പറയണേണ്, തന്നെ പഴയ ഫോമിൽ തിരിച്ചു വന്നേനെ. ആ, ഇനിയൊരു കൺഗ്രാറ്റ്സ് കൂടിയുണ്ട്. ഇന്ന് ഉദയന്റെ പ്രകടനം പതിവിലും അധികം എനർജറ്റിക് ആയിരുന്നു, ഫുള്ളി ലോഡഡ്. അത് പകർന്നു കിട്ടാൻ കാരണം നന്ദനയുടെ സാന്നിധ്യമായിരുന്നു. അതിനാണ് അഭിനന്ദനം. ആള് നിർത്തിക്കൊണ്ട് പറയാൻ പാടില്ല, എന്നാലും പറയാം. രംഗവേദിയിൽ ഇയാൾ ഉദയനല്ല, ഉദയ സൂര്യനാണ്. അവതരിപ്പിക്കുന്ന നാടകത്തെ മൊത്തത്തിൽ അങ്ങ് പ്രകാശിപ്പിച്ചുകളയും. ടെക്സ്റ്റിനപ്പുറം ഇയാളുടെ വകയായി കൊടുക്കുന്ന ഒരു പൂർണ്ണതയുണ്ട്. മതി. നിർത്തി. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ ഞാനും ഉദയനൊന്ന് കൂടിയിട്ടാണ് പിരിയണ. ദേ, ഇന്ന് നമ്മ ഔട്ടായി. ഓക്കെ, എന്താ നിങ്ങളുടെ പരിപാടി? എന്താ തീരുമാനിച്ചാ മതി. നിങ്ങളുടെ തീരുമാനത്തിന് ഞാൻ തടസ്സമാവുന്നില്ല. ക്യാരി ഓൺ. അപ്പോൾ ശരി നന്ദന. ആ, ചായവും ചമയവും മുഖപടവും ഇപ്പോൾ അഴിച്ചു വെച്ചില്ലേ? ഇനി അത് രംഗമണ്ഡപത്തിൽ മാത്രം മതി. ജീവിതത്തിൽ ചമയങ്ങളില്ലാത്ത ഉദയനാവണം. ആട്ടം കഴിഞ്ഞാൽ വിളക്കണഞ്ഞാൽ നടൻ ചായം ചമയം മുഖപടം മാറ്റി പുണരണം നേരിനെ, നേരിന്റെ വേരിനെ. ഉപാധികളില്ലാത്ത സ്നേഹം, അതാണ് JP. എന്തേ പോണ്ടേ? വേണം, ഒരിടത്ത് പോവാനുണ്ട്. വരൂ. ഞാൻ എനിക്ക് താനെന്താ പറയാമെന്നത്? നാടകം എന്ന് കേട്ടപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നന്ദനയുടെ പ്രതീക്ഷയ്ക്കൊപ്പം ഞാൻ എത്തിയില്ലെന്നാണോ? അയ്യോ അല്ല, അതിനൊക്കെ ഒരുപാട് അപ്പുറം ഞാൻ സ്റ്റേജിൽ കണ്ടത്. ശരിക്കും ഞാൻ എക്സൈറ്റഡ് ആയി. എന്നിട്ടൊന്ന് കൈയടിച്ചില്ല. അതുപോലും മറന്നു എന്നുള്ളതാ സത്യം. പക്ഷെ കൈ അടിക്കുന്നുണ്ടായിരുന്നു മനസ്സുകൊണ്ട്. കാണികളുണ്ടെങ്കിലേ കാഴ്ചക്കർത്ഥമുള്ളൂ. അരങ്ങത്ത് നിൽക്കുമ്പോ ആൾക്കൂട്ടത്തിന്റെ ആരവങ്ങളെ ഞാൻ ശ്രദ്ധിക്കാറില്ല. മറിച്ച് സദസ്സിൽ നമ്മളെ ഉൾക്കൊള്ളുന്ന, മനസ്സിലാക്കുന്ന കുറച്ചു പേർ, അവരുടെ കണ്ണുകളിലെ തിളക്കം, ആ ഇൻസ്പിറേഷൻ, അത് മതി മനസ്സ് നിറയാൻ. ഇന്ന് അങ്ങനെ 2 കണ്ണുകൾ ഉണ്ടായിരുന്നു സ്റ്റേജിന് മുന്നിൽ. ശ്രദ്ധിച്ചിരുന്നോ? ഇല്ലെന്ന് പറഞ്ഞാ കള്ളമാവും.
ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചില്ല. എന്താ? മറ്റൊന്നുമല്ല, ഈ സ്ഥലത്തിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കാണികൾ ഉണ്ടാവുമ്പോഴാണ് കാഴ്ചയ്ക്ക് അർത്ഥം ഉണ്ടാവുന്നതെന്ന് ഇപ്പൊ പറഞ്ഞില്ലേ? അർത്ഥം മാത്രമല്ല, ഭംഗിയും ഉണ്ടാവും. യെസ്. തമ്മിൽ വഴക്കിടാനാണ് നമ്മൾ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളത്, പറഞ്ഞു ജയിക്കാൻ വേണ്ടി. മനസ്സിലാവാത്ത ഭാഷയിൽ എന്തൊക്കെയോ സംസാരിച്ചു. ഇപ്പൊ അത് ഓർക്കുമ്പോ കഷ്ടം തോന്നുക. പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതായിരുന്നോ കാരണം? അതോ സ്വയം മനസ്സിലാവാത്തതായിരുന്നോ? അറിയില്ല. ഇപ്പൊ നമ്മളിങ്ങോട്ട് വന്നത് എന്തിനാ? അതെനിക്കും അറിയില്ല. വരണം തോന്നി വന്നു. പണ്ടെനിക്ക് കുറെ ഉയരമുള്ള സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ തലചുറ്റുമായിരുന്നു. ഉയരങ്ങളിൽ ഒരുതരം ഒറ്റപ്പെടൽ അനുഭവപ്പെടും. ജീവിതത്തിൽ തീരെ താഴെ നിൽക്കുമ്പോഴും ഒറ്റപ്പെടൽ അറിഞ്ഞിട്ടുണ്ട് ഞാൻ. സ്നേഹിക്കുന്നവരെല്ലാം ഒരു ഘട്ടം കഴിയുമ്പോൾ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അകന്നു പോവും. എന്റെ ശാപം അത്. സ്നേഹിക്കുന്നത് നന്മയും സ്നേഹിക്കപ്പെടുന്നത് ഭാഗ്യമാണെന്ന് ഏതോ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ഒരാള് മാത്രം സംസാരിക്കുന്നു, ഒരാള് കേട്ടുകൊണ്ട് നിൽക്കുന്നു. ഇത് ന്യായമല്ല. പറയാനല്ല, കേൾക്കാനാണ് ഈ നിമിഷങ്ങൾ എനിക്കിഷ്ടം. ഞാനും അങ്ങനെ വിചാരിച്ചാലേ ഇവിടെ മൗനം മാത്രമായിരിക്കും ബാക്കി. മൗനം ചിലപ്പോൾ വാചാലമാവും. മൗനത്തിനും അർത്ഥമുണ്ട്. താൻ ഈ പറഞ്ഞ നന്മയും ഭാഗ്യവും പുണ്യവും മൗനവും എല്ലാം സ്നേഹത്തിന്റെ നാനാർത്ഥങ്ങളാണ്. സ്നേഹത്തിന്റെ നാനാർത്ഥങ്ങൾ എന്താ, അങ്ങനൊന്നില്ലേ? ഉണ്ട്. സ്നേഹത്തിന് ഒത്തിരി നാനാർത്ഥങ്ങളുണ്ടെന്ന് തിരിച്ചറിയുകയാണ് ഞാൻ. മുൻ പതിവനുസരിച്ച് ഈ സ്നേഹത്തിന്റെ തണലും കുറെ കഴിയുമ്പോൾ നഷ്ടപ്പെടുമെന്ന് പേടിയുണ്ട്. മരിച്ചുപോയവരാണ് ആകാശത്ത് നക്ഷത്രങ്ങളായി നിൽക്കുന്നതെന്ന് പണ്ട് അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന മേഘങ്ങൾ എന്തായിരിക്കും? സ്വപ്നങ്ങൾ. ജീവിച്ചിരിക്കുന്നവരുടെ സ്വപ്നങ്ങളാണ് മേഘങ്ങൾ. ചിലത് മൂടിക്കെട്ടി നിൽക്കും, ചിലത് എന്നും അലഞ്ഞുകൊണ്ടിരിക്കും. കുറേ മേഘങ്ങൾ മാത്രം പെയ്യും. ഈ സൂയിസൈഡ് പോയിന്റിൽ ആദ്യം വന്നപ്പോ പറഞ്ഞൊരു കവിതയുടെ വരി ഓർക്കുന്നുണ്ടോ? ആത്മഹത്യാ മുനമ്പ് എത്തുന്നതിന് മുമ്പ് ഓർക്കുകത് നമ്മൾ തന്നെ അന്ത്യദേശാടനം. ഞാനത് കണ്ടുപിടിച്ചു. കുരീപ്പുഴ ശ്രീകുമാർ എഴുതിയ കവിതയല്ലേ? ഉവ്വ്. അതങ്ങ് മായ്ച്ചു കളയാം. മറ്റൊരു കവിതയിലെ വരികളാ ഇപ്പൊ ഓർമ്മ വരുന്നത്. ഇലകളായി നമ്മൾ പുനർജനിക്കുമെങ്കിൽ ഒരേ മരത്തിൽ പറക്കണം. അയ്യപ്പന്റെ കവിതയാ. ലോകത്തിന്റെ നെറുക പോലുള്ള ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ വരികൾക്കൊരു അനുബന്ധം പറയാൻ തോന്നുന്നു. പറയട്ടെ. ജലഗണങ്ങളായി നമ്മൾ പുനർജനിക്കുമെങ്കിൽ ഒരേ മഴയിൽ പറക്കണം, ഒരേ പുഴയിൽ ഒഴുകണം, ഒരേ കടലിൽ ലയിക്കണം.